വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡ് റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു ബൗൾ വെച്ച് അതിലേക്ക് 2 ഗ്ലാസ് പാലൊഴിക്കുന്നു. ഈ പാൽ നമ്മൾ നന്നായിട്ട് എന്നിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. നന്നായിട്ട് ഇളക്കി തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കുക. ഇത് പാൽ ഏകദേശം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് പാൽ വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. നമ്മൾ നന്നായിട്ട് കസ്റ്റേർഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ പാൽ വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നത്. അപ്പം നമ്മളിപ്പോൾ എടുത്തതുപോലെ ഒരു ഒന്നര 2 സ്പൂണിനകത്ത് കുറച്ച് പാലെടുത്ത് നമ്മൾ മാറ്റുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കസ്റ്റേർഡ് പൗഡർ വാനില എസൻസിൻ്റെയാണ്. നമുക്ക് ഏത് ഫ്ലേവറിൻ്റെ വേണേലും കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒരു 2 സ്പൂൺ കസ്റ്റേർഡ് എടുത്ത് കുറേ ഇളക്കിയെടുക്കുക. നമ്മൾ ഫസ്റ്റ് ആദ്യം 1 സ്പൂൺ ഇട്ടു, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്പൂൺ ഇടുന്നത്. ഇത് ഒന്നിച്ചങ്ങിടുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ കട്ട കെട്ടി പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ലൂസ് കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്, അല്ലെങ്കിൽ അതനുസരിച്ച് പാല് നമ്മൾ എടുക്കേണ്ടതാണ്. ഇനി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ പാലിലേക്ക് ഇപ്പം നമ്മൾ കസ്റ്റേർഡ് മിക്സ് ചെയ്തതും കൂടെ പാലിലേക്ക് മിക്സ് ചെയ്യുക. ഇത് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കണം, കാരണം അല്ലെങ്കിൽ നമ്മൾ കട്ട കെട്ടിപ്പോവും. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, കൈയെടുക്കാതെ തന്നെ ഇളക്കേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടു ചെറിയ കട്ടകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കാതിരുന്നാൽ പെട്ടെന്ന് അതൊന്ന് കട്ടയായിപ്പോവും. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, നമ്മളിവിടെ 1 സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർക്കുന്നുള്ളൂ. ഒരുപാട് മധുരം വേണ്ടവർ നല്ലതായിട്ട് പഞ്ചസാര ഇടുക. അതിനുശേഷം നമ്മൾ ഏലക്ക പൊടിച്ചത്, ഇപ്പം ഏലക്ക നമുക്ക് പൊടിച്ചതും കൂടെ കൂട്ടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അടുത്തത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ്, നമ്മളിവിടെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഒരു ഏത്തക്കായുടെ പകുതി എടുത്തു, 2 ഞാലിപ്പൂങ്കായ എടുത്തു, 1 ഓറഞ്ച്, 1 മാതള നാരങ്ങ, 1 ആപ്പിള്, പിന്നെ 2 ചെറിയ കൊല മുന്തിരിങ്ങായും എടുത്തു. നമുക്ക് ആവശ്യത്തിന് എന്തേരെയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഫ്രൂട്ട്സ് വേറെയൊക്കെ ചേർക്കാവുന്നതാണ്. എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൽ ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നല്ലതായിട്ടത് പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ഏത്തക്കയൊക്കെ ചെറിയ പീസുകളാക്കുക. ഓറഞ്ചാണെങ്കിൽ അതിനകത്തിലെ കുരു കളഞ്ഞ് 2ആയിട്ട് മുറിച്ചെടുക്കുക. പിന്നെ മുന്തിരിങ്ങായ തൊലി കളഞ്ഞ് മറ്റേ മാതള നാരങ്ങ നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് നമ്മളാകെ ഒരു 2-3 പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് എന്തേരെയാണോ ആവശ്യത്തിനനുസരിച്ച് അതനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ കസ്റ്റേർഡ് വെച്ച് മിക്സ് ചെയ്ത പാലും ഇവിടെ നല്ലതായിട്ട് റെഡ് സെറ്റായിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തണുക്കണം കേട്ടോ, എന്നിട്ട് മാത്രമേ നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോരോ ഫ്രൂട്ട്സായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ വേണമെങ്കിൽ നമുക്ക് വേറെയും കൂടുതൽ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രൂട്ട്സും ആപ്പിളും ചെറുതായിട്ട് നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കസ്റ്റേർഡിൽ തണുത്തതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാ ഫ്രൂട്ട്സും നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡ് റെസിപ്പിയാണിത്. നമ്മൾ നന്നായിട്ട് ആ ഫ്രൂട്ട്സിനെയും നമ്മുടെ കസ്റ്റേർഡിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു 3 പേരുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉള്ളൂ. അതനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഒത്തിരി പേർക്കൊക്കെ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. കസ്റ്റേർഡ് പൗഡറൊക്കെ നമുക്ക് ഏത് ബേക്കറിയിൽ വേണമെങ്കിലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ഏത് ഫ്ലേവറിൻ്റെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പൈനാപ്പിൾ, വാനില ഒക്കെ അവൈലബിൾ ആണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വാനില ഫ്ലേവറിൻ്റെയാണ്. നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ചെയ്ത് നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതിനെ തണുപ്പിക്കണം. നമുക്ക് ഫ്രിഡ്ജിലൊരു അരമണിക്കൂറൊക്കെ വെച്ചാൽ തന്നെ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്.
ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മതി. നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് വെച്ചിട്ടുള്ള ഫ്രൂട്ട് സലാഡ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിരുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ.